അപ്പോൾ അപ്പുവൊക്കെ ഇപ്പൊ വരും. അവന് നമ്മളൊരു ടാസ്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അവര് ഓൺ ദ വേ ആണ്. ജീവനിൽ അപ്പു ഉണ്ടല്ലോ, സത്യം പറഞ്ഞ അമ്മ ഒരു കുഞ്ഞു പോലെയാണ് അമ്മയെ കൊണ്ട് നടക്കണേ. വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ലുക്ക് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് എൻ്റെ ഒരു ഡ്രീം ഡേ ആണ്. ഇന്നെൻ്റെ റിസപ്ഷൻ ഡേ ആണ്. അപ്പോൾ അപ്പു ഫാമിലിയൊക്കെ ഇന്ന് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. നമ്മുടെ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പന്തലിട്ടതും, പിന്നെ നമ്മുടെ അച്ഛനമ്മ എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം അവര് നേരത്തെ വീഡിയോയിൽ കാണിച്ചതിനേക്കാളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ അതിനേക്കാൾ ഏറെ ഹാപ്പിയാണ് കേട്ടോ. എന്നുവെച്ചാൽ എനിക്കെല്ലാം മിനിമലായിട്ട് നടത്തണം എന്നായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഈ ലുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടാണെങ്കിലും എങ്ങനെയും നല്ല രസമായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ ഇങ്ങനെ ആക്കി തീർത്ത ഒരാളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. ചേച്ചി വാ. ഇതാണ് എൻ്റെ സിസ്റ്ററിനെ പോലെയാണ്, അനുഷ ചേച്ചിയാണ്. ചേച്ചിയാണ് എന്നെ ഈ ഒരു ലുക്കിലേക്ക് എത്തിച്ചത്. എൻ്റെ ഒരു വലിയൊരു ഡ്രീം ലുക്കായിരുന്നു ഇതെന്ന് വെച്ചാൽ എനിക്കൊരു പ്രിൻസസിനെ പോലെ ആവണം. കാരണം ഞാൻ ക്രൗണൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഇച്ചാപ്പിയുടെ ഐഡിയ ആണ് കേട്ടാ. ഇച്ചാപ്പി പിന്നെ ഒരു മാലാഹ കുട്ടീനെ പോലെ ഒരുങ്ങണം അല്ലെ, പ്രിൻസസിനെ പോലെ ഒരുങ്ങണം എന്ന് പറഞ്ഞ് അപ്പൊ എന്നെക്കൊണ്ടാവുന്ന രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഹെയർ ആണെങ്കിലും ഈ ഒരു രീതിയിൽ. എപ്പോഴും എന്നെ കാണുന്നത് ആ ഒരു കേളായിട്ട് കിടക്കുന്നതാ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ലുക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അതിലേറെ സന്തോഷം. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇച്ചാപ്പിയുടെ ഒരു പ്രത്യേകത എങ്ങനെയാന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം ഞങ്ങളിപ്പോ മീറ്റ് ചെയ്തിട്ട് 3.5 വർഷമായി അല്ലെ. ഒരു തവണ മീറ്റ് ചെയ്തിട്ടുള്ളു. പക്ഷെ എന്തോ ഒരു വളരെ ഇമോഷണൽ ആണ്. കാര്യം എന്റെ ബിഗിനിങ് തൊട്ടേ ഇച്ചാപ്പി എന്റെ കൂടെ ഉണ്ട്. നമ്മള് വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ലെന്നേ ഉള്ളു. പക്ഷെ ഇത് ആക്ച്വലി എന്റെ ഓൺ സിസ്റ്ററിന്റെ മാരേജ്. എനിക്കതിലൊരു റിസപ്ഷൻ മേക്കപ്പ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നതാണ് കേട്ടോ. എന്ന് വെച്ചാ ചേച്ചി എനിക്കൊരു ലുക്ക് വേണം, ഇങ്ങനെ ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോഴേ ചേച്ചിയും ചേട്ടനും വന്നു. ചേട്ടാ വാ, കം ഓൺ. ചേച്ചിയുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്ത ഇപ്പറാന്നോ. ഇത് എന്റെ ബ്രദറിനെ പോലെ തന്നെയാണ് ചേട്ടൻ. ചേട്ടൻ അങ്ങനെ വീഡിയോസിലൊന്നും വരില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു ഇവിടെ നിന്നിട്ട്. അപ്പൊ എനിക്കൊരു ഇമോഷൻസ്, എനിക്ക് സിബ്ലിങ്സ് ആരും ഇല്ല. അപ്പൊ എനിക്കൊരു സിസ്റ്ററോ ബ്രദറോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇമോഷനാ. അപ്പൊ സത്യത്തിൽ ഒറ്റ കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാം അല്ലെ, നമ്മുടെ എല്ലാം ടീം ഇച്ചാപ്പിയുടെ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ ഇച്ചാപ്പിയെ കാണുന്നത്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കൊച്ചിലേക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ ഒറ്റ മോളായിപ്പോയില്ല, എനിക്ക് ആരുമില്ല അങ്ങനെ. പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ ആൾക്കാരുണ്ട് എന്റെ കൂടെ, ഒരുപാട് പേരുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കങ്ങനെ വലിയ സർക്കിൾ ഒന്നും ഇല്ല കേട്ടോ, ചെറിയ സർക്കിളാ. ആ ഒരു സർക്കിളിൽ വെച്ചാൽ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഞാൻ മാറട്ടെ. അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മള് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവേലിക്കരയില് ഒരു ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ട് കുഞ്ഞു വീടല്ലേ, അപ്പോൾ നമുക്കൊരു മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ ഒരു ലൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഒരു ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, എനിക്ക് പൊടി ഭയങ്കര അലർജിയാണ്. അപ്പോൾ ഇന്നലെ വീട്ടിലൊരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പൊടി തട്ടി എനിക്ക് അലർജി ആയിട്ട് മൂക്കൊലിപ്പും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഫുൾ ഹാപ്പിയാണ്. ഈ ഒരു ലുക്കിൽ എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഈ കോൺഫിഡൻസ് ഒക്കെ വരില്ലേ, ആ ഒരു സംഭവമൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. താഴെ ചെറിയൊരു ഷൂട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടെ വന്നിട്ട് ചെയ്യാനായിരുന്നു. പക്ഷേ അപ്പോൾ ഒക്കെ ഓൺ ദ വേ ആണ്, വരാൻ ലേറ്റ് ആവും. അപ്പോൾ അവർ നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് വരട്ടെ. നമുക്കപ്പോൾ ഷൂട്ടിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം.
അപ്പൊ ഗൈസ് നമ്മുടെ ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഞാനിങ്ങനെ ഡ്രീം ചെയ്തോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കാണുമ്പോൾ ഒരു റിയാക്ഷൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ലുക്ക്. അതേപോലെ അപ്പു ഫാമിലിയും വരുന്നുണ്ട്, അവരുടെ ഒരു റിയാക്ഷൻ. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം. ആയോ? ആ എങ്ങനെയുണ്ട് ചേട്ടാ? വേണ്ട വേണ്ട, അത് താത്തിക്കോ, അവനല്ലേ എടുക്കണം. ഗായ്സ് നമ്മള് വീട്ടിലെത്തി. പക്ഷെ എനിക്ക് ഇറങ്ങി പോവാൻ ഭയങ്കര പേടിയാണ്. അയ്യോ അമ്മച്ചി അമ്മച്ചി ആരാണ്ടൊക്കെ നോക്കുന്നു. എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു പേടി. ഇതിനു മുൻപ് എനിക്കിത് സംഭവിച്ചിട്ടുള്ളത് അപ്പുവിന്റെ വീട്ടിൽ പോയപ്പോഴായിരുന്നു. പിന്നെ ഒരാൾക്കാരാ. എനിക്ക് വീട്ടിൽ പോവണ്ട. ഞാൻ ഇറങ്ങട്ടെ? ഞാൻ എന്താ ചെയ്യണ്ട പറ. ഇതൊക്കെ ആരാ? ആ അതേയില്ല ചേച്ചി, ഇവര് പാവങ്ങളാട്ടോ. ഇപ്പഴാ വന്നേ. നല്ല പേടി, വെളിയിറങ്ങാൻ വയ്യ. പേടി. അയ്യോ എന്റെ കല്യാണമാ ഗൈസ്. അല്ലല്ലല്ല, അച്ഛൻ അവിടെ അവിടെ എവിടെ എവിടെയൊക്കെ ഉണ്ടാവും. ഗൈസ് എന്റെ കല്യാണത്തിന് ഇട്ടേക്കുന്ന പാട്ട് നോക്കൂ. എനിക്ക് ഈ പാട്ടല്ല വേണ്ടത്. അതൊക്കെ വേണം. അപ്പു വരുമ്പം ആ മ്യൂസിക് ഇടാൻ പറയാം. ഞാൻ ഇറങ്ങട്ടെ? നല്ല പേടിയുണ്ട്. കൊള്ളാവോ? ശോഭമ്മ കാണിക്ക്, അച്ഛനെ കാണിക്ക്. മാസ്ക് മാറ്റ്. ഇതെന്റെ ചേട്ടനാണ്, എന്റെ ബ്രദറാ. ചേട്ടനാണ് ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തത്. അച്ചൂസ് കാറ്ററിംഗ് സർവീസ്, പലാരിമംഗലം. അയ്യോ എനിക്ക് പേടിയാവുന്നു ഗൈസ്, നല്ല പേടിയുണ്ട്. വല്ലിച്ചൻ കൊള്ളാവോ മാമി? ആണോ? ജോളി സൂപ്പർ. ആണോ? കുറച്ച് ലേറ്റ് ആയിട്ടാ. ഇതെന്റെ ടീച്ചറായിട്ടോ. ആണോ? ഇത് എന്നെ +1 +2 പഠിപ്പിച്ച ഞങ്ങളുടെ സ്വന്തമായ ടീച്ചർ. എന്റെ ക്ലാസ് ടീച്ചറായിരുന്നു. പണ്ടേ ഞങ്ങൾ നിൽക്കുമ്പം എല്ലാരും പറയും ഞങ്ങൾ അമ്മയും മോളും ആണെന്നല്ലേ. ടീച്ചർ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. മായാവി വാ വാ. ഇവളെ പിന്നെ എല്ലാവർക്കും അറിയാം, എന്റെ ഫ്രണ്ടാ. എടി പറ എങ്ങനെയുണ്ട് എന്റെ ലുക്ക്? കൊള്ളാവോ? കൊള്ളാവോ? വലിയ കല്യാണം കഴിക്കുന്നില്ലേ? ബസ്സിനോ? തിരിച്ചു ആണോ? എപ്പോ വന്നു? ആണോ? എടി എന്നെ കാണുന്നില്ല. എന്റെ കോളേജ് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇവര്. എടി സേഫ് ആയിട്ടൊക്കെ ചെല്ലണേ, ഇത്ര ദൂരം പോകാനുള്ളതാണേ കേട്ടോ. പോയിട്ട് വാ. ടാറ്റാ. ഹലോ, എവിടെ അവളെവിടെ? ലീജ. ഹലോ ഹായ്. ഇത് ആരൊക്കെ എല്ലാരും ഉണ്ടല്ലോ. ഹായ്, എങ്ങനെയുണ്ട് എന്റെ ഓർമ്മസ്? അവിടുത്തെയാ? കം ഓൺ ചേച്ചി. ഹലോ. എന്നെ ഓർമ്മയുണ്ടോ? കൊള്ളാവോ? അതെന്താ
ഗൈസ്, ഇത് എന്റെ ചേട്ടൻ, ഇതെന്റെ ചേച്ചി. എന്താ ഒന്ന് പറയത്തെ? എന്താ ശരി, എനിക്ക് വ്ലോഗ് ഒക്കെ എടുത്ത് തരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. പിന്നെ അപ്പൊ ഗൈസ്, നമ്മളാണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പു ഒക്കെ ഇപ്പൊ വരും. അവര് നമ്മളൊരു ടാസ്ക് കൊടുക്കാന്ന് വിചാരിച്ചു. എന്ന് വെച്ചാല് അത് എങ്ങനെയാണ് കറക്റ്റ് ചേട്ടൻ പറഞ്ഞുതരും. ചേട്ടാ, ചേച്ചി, ചേട്ടന്റെ ഐഡിയ ആണ് നമ്മൾ ടാസ്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ചേച്ചി പറഞ്ഞോ. പിന്നെ കണ്ടുപിടിക്കുക. ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പാത്തിരിക്കുക. നമ്മള് സമയം പറയണ്ടേ? നമ്മളൊരു ടൈം കൊടുക്കും. ആ ടൈമിന്റെ ഉള്ളില് അവൻ എന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ അപ്പം അവൻ കണ്ടുപിടിച്ചില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണ്ടേ? ഒരു പണിഷ്മെന്റ്, ഒരു ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കാം. പാട്ട് പാടട്ടെ അല്ലേ? അവൻ പാട്ട് പാടും. അപ്പോൾ നമുക്ക് അവനൊരു പാട്ട് പാടേണ്ടി വരുന്ന ഒരു പണിഷ്മെന്റ് കൊടുക്കാം. അപ്പം ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്നത് ചേച്ചിയായിരിക്കും. ഞാൻ എവിടെയെങ്കിലും പാത്തിരിക്കും. ചേച്ചിയായിരിക്കും അവനെ വെൽക്കം ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ചേച്ചിയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ? അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെയാണ് ഒളിച്ചിരിക്കാൻ പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അവൻ എന്നെ കണ്ടുപിടിക്കുമോ നമുക്ക് നോക്കാം. അപ്പം ഞാനിനി കുറെ നേരം ഇതിന്റെ അകത്തിരിക്കണം. ഗൈസ്, എന്ത് ചെയ്യുന്നറിയില്ല. നമ്മുടെ അനുഷ ചേച്ചിയായിരിക്കും എല്ലാം അവന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അവൻ വരുന്നിട വരെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കാം. ഗൈസ്, ഞാൻ ഇതിനകത്താണ് ഒളിച്ചിരിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ കിടക്കാം. ഇങ്ങനെ കിടക്കാം. ഇങ്ങനെയോ? ഇങ്ങനെയാണോ? ഓക്കെ ആണോ? കുറച്ചേരം ഇനി ഉറങ്ങാ. നിങ്ങളൊക്കെ പൊക്കോ, ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന്. ഇതിനകത്ത് ലൈറ്റ് ഓഫ് ചെയ്. ഇത് ഓഫ് ചെയ്. ഞാനിവിടെ പാത്ത് കിടക്കുവാണേ. അയ്യോ, എനിക്കറിയത്തില്ല. ഇതിനകത്തും കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. മിക്കവാറും എനിക്ക് പനി കൂടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എന്തെങ്കിലും അവര് ഓൺ ദ വേ ആണ്. അവൻ എന്നെ കണ്ടുപിടിക്കുമോ നോക്കട്ടെ. കുറച്ചേരം കിടന്ന് ഉറങ്ങാം. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞ. അപ്പൊ കുറച്ചേരം ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. എല്ലാരും നമുക്കേ അപ്പൂനൊരു ടാസ്ക് കൊടുക്കാം. ചെറിയ ടാസ്കാ. ഓക്കെ ആണോ? നമ്മുടെ ഇച്ചാപ്പി, അതായത് അപ്പൂന്റെ സ്വന്തം ശ്രീലക്ഷ്മി കണ്ടുപിടിക്കുക. അതാണ് ടാസ്ക്. 10 മിനിറ്റുള്ളിൽ ഈ പരിസരത്ത് അവൾ ഒളിച്ചിട്ടുണ്ട്. ഈ പരിസരത്ത് ജസ്റ്റ് അടുത്തടുത്ത ചെറിയ ക്ലൂ തരാം. അതായത് അടുത്തെത്തുമ്പോ ഞാൻ തണുപ്പെന്ന് പറയാം, അല്ല എങ്കിൽ ചൂടെന്ന് പറയാം. ഓക്കെ. പിന്നെ എന്താണ് അടുത്ത് വരുമ്പോ ചൂട്? അത് തന്നെ. അടുത്ത് വരുമ്പോ ചൂട് അല്ലെങ്കിൽ തണുപ്പ്. പിന്നെ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും അപ്പൂന്റെ ഒരു പാത്രം അല്ലേ? ഓക്കെ. ഓക്കെ ആണോ? ഡീൽ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. തണുപ്പ്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണോ? കുറഞ്ഞ ഇതല്ലേ? ഒന്ന്
ഒന്നുകൂടെ പറയാം, അടുത്തെത്തുമ്പോ ചൂടെന്ന് ഞാൻ പറയും കേട്ടാ. കണ്ടുപിടിച്ചു പാട്ട് പാടി തുറന്നു. അയ്യോ കണ്ടുപിടിച്ചു. അമ്മയൊക്കെ എവിടെ? അച്ഛ അമ്മ എവിടെ പോയോ? വാവയോ? ചാച്ചൻ എവിടെ? ചാച്ചൻ പോയോ? ഞാൻ ചെരുപ്പിട്ടിട്ട് വരാം. ചേച്ചി പാട്ട് പാടാ. ഹലോ ഹായ് ഹലോ. മാസ്റ്ററിനെ ഞാനിവിടെ കണ്ടായിരുന്നു. പാരാ പാട്ട് പാട്. മൈക്ക് വെച്ച് തന്നില്ലേ? മൈക്ക് തന്നില്ലേ? നൈസ് ലുക്കടാ, സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഹെയർ ടോൺ അങ്ങ് മാറ്റി. രസമുണ്ടോ? നോക്കട്ടെ കമ്മലൊക്കെ. ഓക്കെ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. നൈസ് ലുക്ക. ഒരു പാട്ട് പാട്. പിടയുന്നോരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി മനം പകുത്തു നൽകിടാ കുറുമ്പു കൊണ്ടു മൂടിടാ അടുത്തു വന്നിടാ കൊതിച്ചു നിന്നിടാ വിരൽ കുരുത്തിടാ സ്വയം മറന്നിടാ എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാതുള്ളു നിറയാ ഒഴുകി ഒഴുകി എന്നുമെന്നും ഒരു പുഴയാ ആരാധികേ. എനിക്ക് പനിയാണ്. ഒരു നാൾ കിനാവ് പൂത്തിടും അതിൽ നമ്മളും ചേർന്നിടും തിരാക്കൾ പോൽ. നിലാവിൽ പാറിടും നിനക്കു തണലായിടാ നിനക്കു തുണയായിടാ പല കനവുകൾ പകലിരവുകൾ നിറമണിയുമീ കഥയെഴുതാൻ എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ. അപ്പൊ ടാസ്ക് എങ്ങനെയുണ്ട്? സക്സസ് സക്സസ്. നല്ല പാട്ട്. ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. അമ്മേ അമ്മ ഞാൻ കണ്ടില്ല. അമ്മേ അമ്മേ ഒന്ന് കാണട്ടെ. ഞാൻ അവിടെ പോയി നോക്കുന്നു.
ഞാൻ പാത്തിരുന്നു. എങ്ങനെയുണ്ട്? ഞാൻ പിന്നെ ഇതങ്ങ് കൊടുത്തു, നല്ല ഈ ഫോട്ടോ കൊടുത്തു അല്ലേ? നല്ലതായി. നല്ല രസമില്ലേ? ഫോട്ടോ എടുക്കാം ഇതേപോലെ. നീ എന്നെയല്ലേ നോക്കണേ? ഓക്കെ, ഞാനിങ്ങനെ. നീ എങ്ങനെ? ഓക്കെ അല്ലേ? ഇതെന്റെ മാസ്റ്റർ ഗൈസ്, ഇതെന്റെ മാസ്റ്റർ, എന്റെ ജിം ട്രെയിനർ ആണ്. ഇതും എന്റെ ജിം ട്രെയിനർ ആണ്. ഇതും എന്റെ ജിം ട്രെയിനർ. ഹായ്, സൂപ്പർ ഗൈസ്. അപ്പം അനുഷ ചേച്ചിയാണ് എന്നെ മേക്കപ്പ് ചെയ്തതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ചേച്ചി ഇന്ന് ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഓൺ സിസ്റ്റർ എൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെയായിരുന്നു. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായി. ഞാൻ ഓരോ ഗിഫ്റ്റ് കിട്ടുമ്പോഴും അനുഷ ചേച്ചി വിളിക്കും. ചേച്ചി സത്യത്തിൽ എന്നെ മേക്കപ്പ് ചെയ്യാനാ വന്നത്. പക്ഷെ എനിക്ക് ഒരു ഓൺ സിസ്റ്റർ അപ്പൊ ചേച്ചിക്ക് പോവാൻ സമയമായി. ചേച്ചിക്ക് ആലപ്പുഴ വരെ പോവാനുണ്ട്. ചേച്ചി ഇറങ്ങുക. പോയിട്ടോ കേട്ടാ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ടും. ഓക്കെ, പോന്നേട്ടോ. ഓക്കെ ചേച്ചി. ആ ശരി ശരി ചേട്ടാ. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ്. താങ്ക് യു. അനുക്കുട്ടി, വ്ലോഗ് എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കാര്യം പറയട്ടെ, സീരിയസ്ലി ഞാൻ പറയാം, ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ കിട്ടാന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. പോയിട്ടോ കേട്ടാ. താങ്ക് യു. ശരി. ആ താങ്ക് യു ചേട്ടാ. ആ ശ്രീജിത്തേട്ടൻ എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. എന്നെ എല്ലാ മൊമെന്റ്സിലും അതെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സീരിയസ്ലി ഒരു എന്താ ഒരു ജെനുവിൻ പേഴ്സൺ ആണ് ചേട്ടൻ. ചേച്ചിയുടെ ലക്കാണ് കേട്ടോ ചേട്ടനെ കിട്ടിയത്. സീരിയസ്ലി പറയാലോ. എടാ അപ്പു, അത് ശരി. ോ എങ്ങനെയുണ്ട്? പണി തന്നേക്കവള് വാരി കൊടുക്കണം. നെയിൽസ് ഗൈസ്. അപ്പോ അപ്പു ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടേ. അപ്പൊ ഞാനാണെങ്കിൽ അമ്മ എന്നെ കാണുന്ന ഫസ്റ്റ് ലുക്ക് ഒക്കെ എടുക്കാന്ന് വെച്ചിരുന്നതാ. എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ കുറേ നേരം ഞാൻ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വന്നപ്പോ അമ്മ നല്ല ബിസി ആയിരുന്നു. എന്നിട്ട് ഞാൻ ഇപ്പൊ വന്ന് നോക്കിയപ്പോ അമ്മ സാരിയൊക്കെ അയച്ചിട്ട് നൈറ്റി കൊണ്ടിരിക്കുന്നു. എങ്ങനെ ഇരിക്കണ്? ചിരിക്കണോ കപ്പു? അയ്യോ. അപ്പു ഉണ്ടല്ലോ, സത്യം പറഞ്ഞ അമ്മ ഒരു കുഞ്ഞു പോലെയാണ് അമ്മയെ കൊണ്ട് നടക്കണേ. എന്നുവെച്ചാ അവൻ എപ്പോഴും അങ്ങനെയാണ് അമ്മയെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ അമ്മേ? പിന്നെ അച്ഛൻ ഇപ്പൊ വരും കേട്ടോ. അച്ഛനും പുറത്തെവിടെയൊക്കെ ഭയങ്കര ബിസിയാണ് ഗൈസ്. അങ്ങനെയൊക്കെ പോകുന്നു രണ്ടുപേരും. നോക്ക്, കണ്ടോ? നോക്ക്, എന്നെ നോക്ക്. ഓക്കെ അല്ലേ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി സച്ചിദാനന്ദ നാരായണ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി സച്ചിദാനന്ദ നാരായണ സച്ചിദാനന്ദ നാരായണ ഹരി ഇന്നലെയോളം എന്തെന്നറിയില്ല നാളെയും എന്തെന്നറിയില്ല ഇന്ന് കണ്ടതിനാശവും. അപ്പോൾ ഗൈസ്, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മ ഇവരുടെ എക്സൈറ്റ്മെന്റ് അതൊക്കെ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചിരുന്നതാണ്.
പക്ഷേ അതൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പെട്ടെന്നൊരു ഇതായിരുന്നു, ഗെയിം പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം വിട്ടുപോയി, നമ്മുടെ ഈ സ്ഥലങ്ങളൊന്നും കാണിച്ചു തന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. ഞാൻ മറ്റേ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ, ഇവിടെ ഫുള്ള് രാത്രി ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും, ഞാനും അപ്പവും നമ്മുടെ ഫാമിലിയും നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ ഡ്രീം ചെയ്ത ഒരു മൊമെൻ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നീയോ, നിനക്ക് എന്താ തോന്നണേ? എനിക്കും ഞാനിവിടെ വന്നപ്പോൾ ഈ ഗെയിം പ്ലാൻ ഒക്കെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നല്ല രസമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്നില്ലേ, ഇതൊക്കെ എന്താ, ഇതൊക്കെ എപ്പം സെറ്റ് ചെയ്തിരിക്കും? ഇതെൻ്റെ ഓൺ ഐഡിയ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വെറുതെ ഒരു ഇങ്ങനെ വഴി പോലെ അല്ല, അതിലിങ്ങനെ രണ്ട് സൈഡിൽ ലൈറ്റൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ഒരു വീട്ടില് എൻ്റെ ഒരു ഡ്രീം ഹോം അല്ലേടാ. ഒരു 16 വർഷത്തെ എൻ്റെ സ്വപ്നമാണ് ആ കാണുന്നത്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് ഹോൾ എടുത്തില്ല, അവിടെയൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവിടെയെല്ലാം നല്ലതെന്നൊക്കെ ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, ഈ വീടുമായിട്ട് എനിക്കൊരു ഇമോഷൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ചിലത് മാക്സിമം ചുരുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അച്ഛനെ അമ്മയും ബുദ്ധിമുട്ടിച്ച് എനിക്ക് കടമൊന്നും നിരത്തി വയ്ക്കാൻ വയ്യടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. വീട്ടിൽ വെച്ച് ചെയ്യുമ്പം വേറൊരു കാര്യമുണ്ട്, നല്ല ഭംഗിയായിട്ട് എല്ലാം. എന്ന് വെച്ചാൽ നമ്മുടെ പാലാസിലാണെങ്കിലും അധികം നമ്മളൊന്നും ഡെക്കോറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇത് കല്യാണമല്ലേ, നമ്മുടെ കല്യാണത്തിന് നമ്മുടെ വേറെ എന്താ പറയുക, ഫാമിലി അവരാരും അങ്ങനെ അധികം വരുന്നില്ല, അതും ഒരു മിനിമലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതേപോലെ എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാം നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഒരു പ്ലാൻ ചെയ്തത്. പിന്നെ ഈ ഒരു പ്ലാനിങ്ങിനെല്ലാം എൻ്റെ കൂടെ ഇന്നത് എൻ്റെ അപ്പുവാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ്റെ വീട്ടിലെ കാര്യമാണെങ്കിലും എല്ലാം അവൻ തന്നെയാണ് ചെയ്യുന്നത് അല്ലാടാ. അപ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇന്ന് അവനെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. വായോ. ഇപ്പോൾ എല്ലാവരും പോയി കേട്ടോ, നമ്മുടെ വീട്ടിൽ വന്നവരെല്ലാം പോയി. പിന്നെന്ന് വെച്ചാൽ നമ്മളൊരു 6 മണി തൊട്ടായിരുന്നു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി അങ്ങനെയൊക്കെ. അപ്പോൾ ഗൈസ്, ഈ ഒരു ക്യാമറയുടെ ബാക്കിൽ ഉണ്ടായിരുന്നത് ഇവനാണ് ഇത്രയും വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്രീകുട്ടൻ, നമ്മുടെ അനിയൻകുട്ടനാണ്. താങ്ക്സറാ. അവനിനി അടിപൊളിയാണ്, അവൻ കൂടെ നടന്നെല്ലാം ചെയ്തു തന്നു. അവനിനി കൊട്ടാരക്കര വരെ പോകണം, ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. നീ സേഫ് ആയിട്ട് പോയിട്ടോ. താങ്ക്സറാ. ഓക്കെ, ശരി എന്നാ. അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ കൊള്ളായിരുന്നോ? സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഫുഡും എല്ലാ അലങ്കാരങ്ങളൊക്കെ നന്നായിരുന്നു. അച്ഛച്ചേട്ടൻ ഒന്ന് വായോ, വാ അച്ഛച്ചേട്ടൻ വാ. നമ്മുടെ ഇവിടെ ഫുള്ള് ഡെക്കോർ ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് തന്നത് അച്ഛച്ചേട്ടൻ എൻ്റെ ബ്രദറാണ്. അമ്മയുടെ അപ്പച്ചിയുടെ മോനാണ്. ചേട്ടനാണ് ആങ്ങളയുടെ മോൻ. ചേട്ടനാണ് ഇവിടെ ഫുള്ള് ഡെക്കോർ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നത്. നമ്മളിന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് വെഡ്ഡിങ് പോലാണ് ഒരു ഫേവറേറ്റ് ഡേ ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്കൊരു പ്രിൻസ് ആൻഡ് പ്രിൻസസ് ലുക്കാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം നമ്മൾ ആ ഒരു ലുക്കിൽ തന്നെ വന്നു. പിന്നെന്ന് വെച്ചാൽ എനിക്കൊരു ലുക്കും എൻ്റെ ഇഷ്ടങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മേനെയും ഒരു പാർട്ട്ണറിനെ എനിക്ക് കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലക്കെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വളരെയേറെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ അച്ഛന്മാരൊക്കെ അപ്പുറത്തുണ്ട് ഗൈസ്. പിന്നെ വാവയും പുറത്തോട്ട് എങ്ങോട്ടോ പോയി, വയ്യാണ്ടായി, കുറേ നേരമായി, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ആയിരിക്കും അല്ലേ? അതെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അതുവരെ ബൈ.